അങ്ങനെ രാവിലെ തന്നെ നേരം വെളുത്തു. കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്കുള്ള ഒരുക്കങ്ങളാണ്. ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ചു. കുറച്ച് കരിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചു. എന്നിട്ട് വെന്ത് വരുമ്പോൾ ശകലം തേങ്ങയും ഇട്ട് വറവാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ അത് തയ്യാറായിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി വെക്കാൻ വേണ്ടി എല്ലാ ഐറ്റംസും മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൽ കുക്കറിനകത്തിട്ട് നല്ലവണ്ണം വഴറ്റി, ഉപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റി, പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട്. പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൽ ചിക്കൻ കഷ്ണമൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കറിയും ഇവിടെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ മോൾക്ക് വേണ്ട ചോറ് ഞാൻ ഇന്ന് ഇലയിലാണ് കൊടുത്തു വിടുന്നത്. അങ്ങനെ ചോറും ഇട്ടു, ഉരുളക്കിഴങ്ങ് തോരനും ഇട്ടു, പിന്നെ ചിക്കൻ കറിയും ഒഴിച്ചു, ശകലം ഇഞ്ചിപ്പുളിയും ഇട്ട് കൊടുത്തു, കുറച്ച് അച്ചാറും ഇട്ട് കൊടുത്തു. അവൾക്ക് നല്ല ഇഷ്ടമാണ് പൊതിച്ചോറ് കഴിക്കാൻ. അങ്ങനെ അവൾക്ക് അവളുടെ പൊതിച്ചോറ് എന്ന് പറയാൻ കഴിയില്ല, അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കഴിക്കുന്നത്, ഇലയിലൊക്കെ കഴിക്കുന്നത് ഇഷ്ടമാണ്. അങ്ങനെ അവൾക്ക് വേണ്ട പൊതിച്ചോറ് പൊതിഞ്ഞ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും പൊതിച്ചോറ് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണോ? നമ്മളൊക്കെ പണ്ട് ഇങ്ങനെയൊക്കെ അല്ലായിരുന്നു സ്കൂളിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു ഓർമ്മകൾ തന്നെയാണല്ലേ. അങ്ങനെ ശകലം മീൻ ഇരിപ്പുണ്ടായിരുന്നേ. മീൻ കറിയും വെച്ചു, മീൻ പൊരിക്കുകയും ചെയ്തു. ഉച്ചക്ക് ലഞ്ചും കഴിച്ചു.